ഓം ശാന്തി. ഞാൻ ദിവ്യജ്യോതി ഈ ശരീരത്തിൻ്റെ ഭ്രുകുടി മധ്യത്തിൽ തിളങ്ങുന്നു. ഞാനിപ്പോൾ ഈ ശരീരമല്ല, ഒരു പ്രകാശബിന്ദു ആത്മാവാണ്. ശാന്തിയുടെ സ്വരൂപമാണ്, സ്നേഹത്തിൻ്റെ സ്വരൂപമാണ്. എൻ്റെ മസ്തക മധ്യത്തിൽ ഞാൻ എന്ന ചെറിയ ജ്യോതി തെളിഞ്ഞു നിൽക്കുന്നു. ഞാൻ സ്ഥിരമാണ്, ദിവ്യമാണ്. ഇതെൻ്റെ ബോധസ്വരൂപമാണ്. ഇപ്പോൾ എന്നിൽ എൻ്റെ പരമാത്മപിതാവിൻ്റെ സ്മൃതി ഉണരുന്നു. മുകളിലെ ശാന്തിധാമം, പ്രകാശധാമം, അവിടെ പരംജ്യോതി പ്രിയ ശിവബാബ, ഞാൻ ആത്മാവ് പരംജ്യോതിയുടെ സന്നിധിയിലിരിക്കുന്നു. ഇതാണ് എൻ്റെ കമ്പൈൻഡ് സ്വരൂപം. പരമാത്മസംഗമത്തിൻ്റെ മധുര നിമിഷം. പരമാത്മാവിൻ്റെ സ്നേഹകിരണങ്ങൾ എന്നിലേക്കൊഴുകുന്നു. ശാന്തിയുടെ നിറം, ശുദ്ധിയുടെ നിറം, ആനന്ദത്തിൻ്റെ നിറം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു. ഇതാണ് ആത്മീയ ഹോളി. അഗ്നിയിൽ എൻ്റെ എല്ലാ ദുർഗുണങ്ങളും കത്തിയെരിയുന്നു. അഹങ്കാരം, കോപം, അസൂയ എല്ലാം ഞാൻ അഗ്നിയിൽ ലയിക്കുന്നു. ബാബയുടെ സ്നേഹത്തിൽ ഞാൻ നിറയുന്നു. ബാബയുടെ ശക്തിയിൽ ഞാൻ ശക്തനാകുന്നു. ഞാനും ബാബയും ഒരുമിച്ച് കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ അനുഭവമുണ്ടാകുന്നു. ഞാൻ ആത്മാവ്, എന്നോടൊപ്പം സർവശക്തിവാൻ, ഡബിൾ ലൈറ്റ്. എനിക്കു ചുറ്റും ഒരു ദിവ്യ പ്രകാശവലയം, പരിരക്ഷയുടെ കവചം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ കമ്പൈൻഡ് സ്വരൂപത്തിൽ നിന്ന് ഞാൻ വിശ്വത്തിലേക്ക് ശാന്തി പരത്തുന്നു. ഓരോ ആത്മാവിന് മേലെയും സ്നേഹത്തിൻ്റെ നിറങ്ങൾ തളിക്കുന്നു. ഇതാണ് യഥാർത്ഥ ഹോളി ആഘോഷം. ബാഹ്യ നിറങ്ങളില്ല, ഇത് ആത്മീയ നിറങ്ങൾ. ശാന്തി, സ്നേഹം, ആനന്ദം, ശക്തി. ഞാൻ ഭാഗ്യവാൻ ആത്മാവാണ്. പരമാത്മ സംഗമത്തിൻ്റെ അനുഗ്രഹം ലഭിച്ച ആത്മാവാണ്. ഇപ്പോൾ ഈ സംഗമത്തിൻ്റെ ശക്തി എൻ്റെ സംസ്കാരങ്ങളെ ശുദ്ധമാക്കുന്നു, മനസ്സ് നിർമ്മലമാക്കുന്നു. ഞാനും ബാബയും ഒരിക്കലും വേർപിരിയാത്ത ബന്ധം. നടക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഈ കമ്പൈൻഡ് രൂപത്തിൻ്റെ ബോധം നിലനിൽക്കുന്നു. മെല്ലെ മെല്ലെ ബോധം ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്നു. എങ്കിലും ഈ ദിവ്യ നിറങ്ങൾ
എൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്നു. ഹോളിയസ്റ്റായ ബാബ കുട്ടികളോടൊപ്പം ഹോളി ആഘോഷിക്കുന്നു. പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറം പതിഞ്ഞപ്പോൾ സഹജമായി ഹോളിയായി മാറുന്നു. ഇത് അവിനാശിയായ കൂട്ടുകെട്ടിൻ്റെ നിറമാണ്. ആത്മാവിൻ്റെ നിറം അപവിത്രതയിൽ നിന്ന് പവിത്രമായി മാറുന്നു. ഞാൻ പരമാത്മാവിനെ കമ്പാനിയനാക്കി, കൂട്ടുകാരനാക്കി. അതിനാൽ കമ്പൈൻഡായി. കമ്പൈൻഡ് സ്വരൂപത്തെ വേർപെടുത്താൻ കഴിയില്ല. മായ പഴയ സംസ്കാരങ്ങളെ ഇമോർജാക്കുന്നു. അപ്പോൾ ശുദ്ധ സംസ്കാരം മെർജായി പോകുന്നു. പഴയ സംസ്കാരങ്ങളാണ് അശ്രദ്ധയും അലസതയും. മായ തൻ്റെ നിറം തേക്കുന്നു. മായ നിറം പിടിപ്പിച്ചാൽ കമ്പൈൻഡ് സ്വരൂപം വേർപെടുന്നു. മായയുടെ നിറം ഇമോർജാകുന്നു. പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറം മങ്ങിപ്പോകുന്നു. ബാപ്പ് ദാദ എൻ്റെ മേലെ കൂട്ടുകെട്ടിൻ്റെ നിറം തേക്കുന്നു. ഒപ്പം ജ്ഞാനത്തിൻ്റെയും ശക്തികളുടെയും ഗുണങ്ങളുടെയും നിറം തേക്കുന്നു. ഇത് ആത്മീയ അവിനാശി നിറമാണ്. ഹോളിയും പവിത്രവുമാകുമ്പോൾ ശരീരവും ആത്മാവും രണ്ടും പവിത്രമാകുന്നു. അപ്പോൾ എൻ്റെ ജഡചിത്രങ്ങളെ വിധിപൂർവം പൂജിക്കപ്പെടുന്നു. അവസാന ജന്മത്തിലും ജഡചിത്രങ്ങൾ ആശീർവാദങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. സത്യമായ ഹോളി പരമാത്മാ കൂട്ടുകെട്ടിൻ്റെ കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ ഹോളിയാണ്. ഹോളിയുടെ അർത്ഥമാണ് കഴിഞ്ഞത് കഴിഞ്ഞു. പഴയ ജീവിതം, പഴയ കാര്യങ്ങൾ, സംസ്കാരങ്ങൾ എല്ലാം ഉപേക്ഷിക്കുന്നു. അർത്ഥം ഹോളിയാകുന്നു. മറുജീവയായി പഴയ കാര്യങ്ങളെല്ലാം മറക്കുന്നു. ഞാൻ പഴയ സംസ്കാരങ്ങളുടെ ഹോളി കത്തിച്ചതിന് ശേഷം ആഘോഷിക്കുന്നു. കമ്പൈൻഡ് ആയിരിക്കുന്നതിൻ്റെ നിറം അനുഭവം ചെയ്യുന്നു. ഇന്നു മുതൽ കഴിഞ്ഞത് കഴിഞ്ഞു. പുതിയ ജന്മമാണ്. പഴയ ജന്മം സമാപ്തമായി. അബദ്ധത്തിൽ പോലും മുഖത്തിൽ നിന്നും എൻ്റെ സംസ്കാരമെന്ന വാക്ക് വരരുത്. ഞാൻ ബാബയുടെ വളരെ കാലത്തിന് ശേഷം തിരികെ കിട്ടിയ ആത്മാവാണ്. ഞാൻ ത്രികാലദർശി ഇരിപ്പിടത്തിലിരുന്ന് 3 കാലങ്ങളെയും നോക്കുന്നു. ഞാൻ ബാപ്പ് സമാനം സമ്പന്നവും സമ്പൂർണവുമാകണമെന്ന് സങ്കല്പം ചെയ്യുന്നു. ഈ സങ്കല്പത്തിന് ദൃഢതയുടെ ബലം കൊടുക്കുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. ഈ വാക്കുകൾ ആവർത്തിച്ച് സ്മൃതിയിൽ കൊണ്ടുവരുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സർവ ആത്മാക്കളെയും പ്രതി സ്നേഹത്തിൻ്റെയും ശുഭചിന്തയുടെയും ഭാവന വെക്കുന്ന ദേഹി അഭിമാനിയാകുന്നു. ശുഭചിന്തക സ്ഥിതിയെ ദേഹി അഭിമാനി എന്ന് പറയുന്നു. അഭിമാനികൾക്ക് ഒരിക്കലും അപമാനം സഹിക്കാൻ സാധിക്കില്ല.
സദാ പരമാത്മസ്നേഹത്തിൽ മുഴുകിയിരിക്കൂ. അപ്പോൾ ദുഃഖത്തിന്റെ ലോകത്തെ മറക്കുന്നു. ബാബയുടെ സൂചനയാണ് നിശ്ചയത്തിന്റെ അടിത്തറ ദൃഢമാക്കൂ. സദാ നിശ്ചിന്തരും നിർഭയരുമായിരിക്കൂ. എൻ്റെ നിശ്ചയമാണ് ഓരോ കർമ്മത്തിലും ബാബ എൻ്റെ കൂടെയുണ്ട്. ഈ അലൗകിക ജീവിതത്തിൻ്റെ കൈകൾ ബാബയുടെ കൈകളിലാണ്. അപ്പോൾ ചുമതല ബാബക്കാണ്. എല്ലാ ഭാരങ്ങളും ബാബയുടെ മേലെ വെച്ച് സ്വയത്തിനെ ഭാരമില്ലാത്തതാക്കുകയാണെങ്കിൽ സദാ നിശ്ചിന്തരായിരിക്കും. ഓരോ കാര്യവും കൃത്യതയുള്ളതായിരിക്കും. ഓം ശാന്തി.